ബെൽജിയത്തിലുള്ള ബ്രൂഷ് എന്ന് പറഞ്ഞ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തെ 5 രഹസ്യ കഥകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. അതിൽ ആദ്യത്തെ കഥ, യേശു ക്രിസ്തുവിൻ്റെ ചോര ഇവിടുത്തെ പള്ളിയുടെ ഉള്ളിലുണ്ട്. ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പണ്ടൊരു നൈറ്റ് പണ്ട് ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ചോര ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ബസിലിക്കയുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ പോയാലും ഒരു ദിവസം 2 പ്രാവശ്യമാണ് അത് കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് വെച്ച് നമുക്കത് പോയി കാണാൻ പറ്റും. എന്തായാലേ ഇപ്പോഴും അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇപ്പം അവിടുത്തെ ആൾക്കാർ പറയുന്ന ആ ഒരു ബ്ലഡാണ്, ജീസസ് ക്രൈസ്റ്റിൻ്റെ ബ്ലഡാണ് ആ ഒരു സിറ്റീനെ അവിടെ ഡേഞ്ചർ, എന്തെങ്കിലും ആപത്തോ യുദ്ധമോ തീപിടുത്തോ ഈവൻ പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. പിന്നെ നമുക്ക് അവിടുത്തെ ഒരു ടവറിനെ പറ്റി പറയാം, ബെൽഫ്രൈ ടവർ. പണ്ട് അവിടെ ഗാർഡുകൾ നിന്ന് തീ പിടിക്കുന്നതും എനിമീസ് വരുന്നുണ്ടോ സ്റ്റോം വരുന്നുണ്ടോ എന്ന് വരെ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടെയുള്ളവരുടെ വിശ്വാസം അതിന് സ്വന്തമായിട്ടൊരു ജീവനുണ്ടെന്ന്. അതായത് പാതിരാത്രി ബെല്ലടിക്കും, മനുഷ്യന്മാരല്ല അടിക്കുന്നത്, തന്നെ അടിക്കും. അപ്പോൾ അവിടെ ഉള്ള വയസ്സായവർ പറയും എന്തോ ഒരു വാണിംഗ് ആണ്, എന്തോ അപകടം വരുന്നുണ്ട്. മൂന്നാമത്തത് ഇവിടെയുള്ള സ്വാമിനെ പറ്റി പറയാം. സ്വാമിനെ അവിടെ ഏത് കനാലിൽ പോയാലും ഫുൾ സ്വാം കാണാൻ പറ്റും. അതിൻ്റെ പിന്നിലൊരു ഹിഡൻ സ്റ്റോറി ഉണ്ട്. ഈ അവിടെയുള്ള ആൾക്കാർ പണ്ട് ലോങ് നെക്ക് എന്ന് പറഞ്ഞിട്ടൊരു നിക് നെയിമുള്ള ഒരാളെ കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ റൂളർക്ക് ദേഷ്യം വന്നിട്ട് ആ സിറ്റീനെ അങ്ങ് ശപിച്ചു. ഇനി ഫോർ എവർ അവിടുത്തെ കനാലിൽ എപ്പോഴും ഈ ലോങ് നെക്കുള്ള സ്വാം ഉണ്ടാവും എന്നും പറഞ്ഞിട്ട്. അങ്ങനെയാണ് അവിടെ കാണുന്നത്. പക്ഷെ ഇവരെ നല്ല സൂക്ഷിച്ചാൽ കൊണ്ടുനടക്കുന്ന, കെയർ ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തോ വലിയ ആപത്ത് വരുന്നതാണ് അവരുള്ളവരുടെ വിശ്വാസം. അതുകൊണ്ട് ഇവരെ സൂക്ഷിച്ച് കെയർ ചെയ്താണ് കൊണ്ടുവന്നത്. ഇനി കനാലിൻ്റെ കഥ അറിയോ? പണ്ട് ഏറ്റവും റിച്ചസ്റ്റ് ട്രേഡിങ് സിറ്റി ഇൻ യൂറോപ്പായിരുന്നു. ഇവിടെ പണ്ട് ഈ റിവർ സ്വിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിവർ ഉണ്ടായിരുന്നു. അത് വറ്റിപ്പോയി. അതുകൊണ്ട് ഷിപ്പിന് പോർട്ടിലേക്ക് എത്താൻ പറ്റാണ്ട് ആകെ സൈലൻ്റായി. പക്ഷെ ആ സൈലൻസാണ് ഈ ബ്രൂഷ് എന്ന് പറഞ്ഞ സിറ്റീനെ രക്ഷിച്ചത്. കാരണം എന്താണെന്നറിയോ? ഇപ്പോഴും ആ ഓൾഡ് ചാമി ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ റീഡ് അടക്കമുള്ള സംഭവം പോലെ തന്നെ ഈ സിറ്റി അങ്ങോട്ട് മോഡേണൈസ് ആയിപ്പോയെന്നെ. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സീക്രട്ടാണ്. അതായത് ഈ സിറ്റിയുടെ അടിയിൽ, അതായത് സ്ട്രീറ്റിൻ്റെ അടിയിൽ, നമ്മുടെ ഇവിടെയൊക്കെ ഗ്യാസ് പൈപ്പ് ലൈൻ അല്ലേ, അവിടെ പൈപ്പ് ലൈൻ ഉള്ളത് ബിയറിൻ്റെയാണ്. അതായത് ശരിക്കുള്ള ബിയർ അതിനെ ബ്രൂ ചെയ്ത് ബോട്ടിലാക്കുന്ന പ്ലാന്റിലോട്ട് വിടുന്നത് ഈ ഒരു പൈപ്പ് ലൈൻ വഴിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ശരിക്കും കോമഡി പറയും. അതായത് വീട്ടിലിരുന്ന് താഴത്തോട്ട് നന്നായി കുഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നല്ല ശുദ്ധമായ ബിയർ ഇരുന്ന് കുടിക്കാമെന്ന്. അങ്ങനത്തെ ഒരു സീക്രട്ട് ഹിഡൻ സ്റ്റോറിയും കൂടി നമ്മുടെ ബ്രൂഷിലുണ്ട്. എന്താ, എല്ലാ കഥയും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇനി ബെൽജിയം പോകുമ്പോൾ ബ്രൂഷ് എന്തായാലും കാണണേ.